അവിടേക്ക് വീടല്ലേ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വീഡിയോയ്ക്ക് ചെറിയൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അമ്മയൊക്കെ കിട്ടാം. അതവിടെ നിൽക്കട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ബാക്ക് ക്യാമ്പിലാണെന്ന് വീഡിയോ. അപ്പോൾ ആദ്യത്തെ ചാനൽ കണ്ടിരുന്ന സംഭവിക്കുക കൂടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത വീഡിയോ ആയിരിക്കും. ചിലവർക്ക് ഇട്ടിട്ടുണ്ട്, അറിയാം. വെള്ളം കുടിക്കണം അറിയാം, പക്ഷെ പല്ലേ ചെറ്റില്ല. അപ്പോൾ നീ ചുറ്റുള്ള വിടുന്നത്. അപ്പോഴാണ് ഞാൻ ഇന്ന് പോണതൊന്ന് വീഡിയോ എടുക്കാൻ നേരത്തത്. വേറെ ഒന്നല്ല, ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽ ഡേ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കറിയണമല്ലോ, നിങ്ങൾ കരുതും ഞാൻ ഗവൺമെൻറ്റിനെ അങ്ങനെ പൊക്കി നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് പൊക്കി പറയുമ്പോൾ പലരും പറയുന്നത് ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്, എനിക്ക് സ്പെഷ്യൽ കെയറിങ് ആണ്. അപ്പോൾ ആ സാധനം ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതാണെന്ന്. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്ഡേഷനൊക്കെ നോക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചിലരാണ് ഒരു സപ്പോർട്ടിക്ക് കൂടെ. അപ്പോൾ എന്നെ ആദ്യം നമുക്ക് കിടുന്നോടൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് പോകാം. അപ്പോൾ കിടക്കി നിങ്ങൾക്ക് കാണണ്ടേ? കാണണം, നിങ്ങൾ കാണണം. ദിസ് ഈസ് മൈ പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ കൂട്ടിയിട്ടിട്ട് പില്ലോ സെറ്റ് ചെയ്തു. ദിസ് ഈസ് മൈ ബെഡ്, 2 ഷാൾ കൂട്ടിയിട്ടാണ് എൻ്റെ ബെഡായി. ആൻഡ് ദിസ് ഈസ് മൈ പുതപ്പ്. ഇതാണ് ആകെപ്പാടെ ഒരു നല്ലൊരു സാധനം. ആൻഡ് ദിസ് ഈസ് മൈ കിടക്ക് സ്ഥലം. കണ്ടല്ലോ, അതാണ് എൻ്റെ തലോണ, ഇതെൻ്റെ കിടക്ക്, ഇതെൻ്റെ പുതപ്പ്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തായാലും നല്ല കുളിച്ച് കുട്ടപ്പിയിട്ട് വേഗം വരാം. ഓക്കെ, അപ്പം അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കിടക്കാന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാം. ഞാൻ ഇതിലാണ് കിടക്കുന്നത്, കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതെൻ്റെ ബ്ലാങ്കറ്റാണ്. ഇത് കുറേ കൊല്ലമായി അച്ഛൻ ഖത്തറിലൊക്കെ ആയിരിക്കുന്ന ടൈമിൽ കൊണ്ടുവന്നതാണ്. പിന്നെ 2 ഷാൾ കൂട്ടിയിട്ടാൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ബെഡ് കിട്ടും. പിള്ളേർ കിടക്കുമ്പോൾ മേലിത്തിരി വേദന എടുക്കുക. കാരണം ഞാൻ ഭയങ്കര സ്കിന്നി ആയതുകൊണ്ട് കുറച്ച് എല്ലൊക്കെ ഉള്ളത് കാരണം ആണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പുതപ്പും അതുപോലെ ഇതിട്ടിട്ടാണ് കിടക്കുക. അതെൻ്റെ പാവക്കുട്ടിയാണേ. അത് ഒരാൾക്ക് വാങ്ങിയതാണ്, പക്ഷെ ആൾ എനിക്ക് തന്നു കഴിച്ചത്. പിന്നെ നമുക്കിനിയിപ്പോൾ പോയി കുളിക്കാം. ഓക്കെ, അപ്പോൾ കുളിച്ച് മുക്കാം. റെഡി ആവണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പ്രിയദർശിനിയിലാണ് പോയത്. നോർമലി ഞാൻ പണ്ട് ജോലിക്ക് പോയിരുന്നപ്പോൾ പോകാറുള്ള ബസ് തന്നെയാണ്. അതിപ്പോൾ പ്രിയദർശിനിയായിട്ടാണ് നമ്മുടെ അവിടെ ഓടണേ. അപ്പോൾ അതിൽ കയറി നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാരും പിള്ളേർ കോളേജിൽ പോകുന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടിയത് എവിടെ, വടക്കേശാൻ്റെ എത്തിയപ്പോൾ സീറ്റ് കിട്ടി. അങ്ങനെ നമ്മളിതേ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തി. ഇതല്ലാട്ടോ എൻ്റെ ഹോസ്പിറ്റൽ. ഇത് ഞാൻ സർജറിക്ക് വേണ്ടിയിട്ടാണ് വലിയ ഹോസ്പിറ്റലിൽ കയറുന്നത്. നമ്മുടെ പല്ലിൻ്റെ സെക്ഷൻ വരുന്നത് വേറെ സ്ഥലത്താണ് കേട്ടോ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് അത് അവിടെ അടുത്ത്. ബസ് ഇറങ്ങി എൻ്റെ മുഖത്ത് ചിരിയുന്നല്ലേ. ഞാൻ അതിൽ സ്ഥിരം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ പോകുന്നില്ലല്ലോ. അപ്പോൾ ആളടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. എനിക്ക് കണ്ടക്ടർ ചേർന്ന് കേട്ടോ. അന്നൊക്കെ KSRTCയിൽ കയറുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. എനിക്ക് സീറ്റ് കിട്ടിയത് തന്നെ നമ്മുടെ ശക്തൻ കഴിഞ്ഞ് പിന്നീട് അവിടെ എത്താറായി. അത് വടക്കേസ്റ്റാൻ്റെ അവിടെ എത്താറായപ്പോഴാണ് സീറ്റ് കിട്ടി. പിന്നെ അവിടുന്ന് വടക്കേസ്റ്റാൻഡിൽ മെഡിക്കൽ കോളേജ് വരെ ഫ്രീ ആയിരുന്നു ബസ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, സീറ്റൊക്കെ കാലിക്കുന്നു. അങ്ങനെ എൻ്റെ സ്വന്തം എൻ്റെ കുടുംബത്തേക്ക് ഞാൻ എത്താറായിക്കൊണ്ടിരിക്കുക ഗൈസ്. എന്താണെന്നറിയില്ല, ഇവിടെ എത്തുന്ന വരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. മീൻസ് കയറുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ എത്താറാവില്ല. ആ ഒരു കോമ്പൗണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ കോമ്പൗണ്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരു വയറ്റിലൊരു പതപ്പ. ഇനി എന്താ പറയുക, അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം വരെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. മേടിച്ച് പോകുന്ന ഒരു ആവശ്യം എനിക്കില്ല അതിൻ്റെ ഉള്ളിൽ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും എന്നെ അറിയാത്തവരല്ല. ഐ മീൻ 2-3 കൊല്ലമില്ലേ നടത്താം. അതുകൊണ്ട് തന്നെ ഉണ്ട് എൻ്റെ ഡോക്ടർക്ക് കൊണ്ട് പേടി. എനിക്ക് അത് ആവശ്യമില്ല, സർജറി കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എന്താണെന്നറിയില്ല, വെറുതെ പോവുകയാണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്ന അവരെ ടെൻഷനാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ റിലാക്സ്. ഐ മീൻ ഡോക്ടറെ കാണണം കേട്ടോ. അതുവരെ ഡോക്ടർ പതിനെ പോയാൽ പോലും മതി. അതുവരെ എനിക്ക് എന്താണെന്നറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിലെത്തിക്കുന്നു. അപ്പം എന്തായാലും കൊല്ലപ്പെട്ടിട്ട് ഞാൻ 9 മണിക്ക് എത്താൻ പറഞ്ഞു. ഭയങ്കര പഞ്ച് ചെയ്തുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ KSRTCയിലാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് എന്തൊക്കെയുണ്ട് ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കാം. ഇവരൊന്നും പറഞ്ഞിട്ടില്ല. എന്തോ അതെ, നമ്മൾ പല്ല് ടേസ്റ്റ് വരിക, പിന്നെ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് വരിക, അങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ഡോക്ടറോട് ചോദിക്കാം. അതിനോട് 6 മാസമാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ ഒന്നും പിന്നെ ചോദിക്കാത്തത്. നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഒന്നുകൂടി കാണിച്ചിട്ട് പുതുക്കാം. അങ്ങനത്തെ ഞാൻ കട്ട വെയിറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് ഡോക്ടറെ അപ്പോയിൻമെൻറ്റിൽ എനിക്ക് 3ാമത്തതാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയതുകൊണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ എനിക്ക് കയറാനൊന്നും പറ്റില്ല. നോർമലി എല്ലാവരുടെ പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ നമ്മൾ വായിൽ കുറേ അതിഥികളൊക്കെ ഇട്ടായിട്ട് തിരിച്ച് വരണം. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല.
ഉണ്ടല്ലോ എനിക്കെന്തോ നല്ല മാറ്റമുണ്ടല്ലോ. വേറെ നല്ല രസിയാനുണ്ടോ ചുരിദാറ ടോപ്പും പാൻറ്റൊക്കെ ഇട്ടിട്ടൊന്ന് പോയിരിക്കുന്നത് നല്ല കിട്ടിയിട്ടില്ലേ. ഞാൻ കാണിച്ചു തരേണ്ട വായിൽ പുതിയ അതിഥികൾ. ഇനി സംസാരിക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, നിങ്ങൾ സഹിക്കുക, വേറെ നിവൃത്തിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള വീഡിയോ കൊടുക്കുക അത്ര വലിയ ധൈര്യം എനിക്കില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള പട്ടിഷോ കാണിക്കാൻ എനിക്കറിയില്ല ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ. അത്യാവശ്യം കുറച്ച് ടൈം എടുത്തോട്ടാ ചെയ്യാൻ. പിന്നെ ഡോക്ടർ ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുക, എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നുള്ളതൊക്കെ. എന്തായാലും പുതിയ അതിഥി എൻ്റെ വായിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം പിടിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല. ബസ് അല്ലേ, മഴ ചെറുതായി തോന്നുന്നുണ്ട്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഗൈസ്. ഇന്ന് കവറാട്ടോ, ബാഗൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ജോലിക്കൊന്നും പോകില്ലല്ലോ. മറ്റേത് അവൻ്റെ ശ്യാമിൻ്റെ അനിയൻ്റെ ബാഗ് എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ അവന് ബാഗ് ആവശ്യമില്ലെന്ന് പറഞ്ഞ സ്ഥലം വരെ പോയി. പിന്നെ ആയിക്കോട്ടെ, അവൻ്റെ ബാഗല്ലേ. അപ്പോൾ ഞാനത് കവറിൽ വന്നു. പിന്നെ കുടയുണ്ട്, കുടയാണെങ്കിൽ ചാവാലിക്കുട ഗൈസ്. കുടയുടെ വടി കയ്യിൽ, അതുകൊണ്ടാണ് കുട നിവർത്താത്തത്. പിന്നെ ചെറിയ ചാറ്റിലേ ഉള്ളൂ. നമ്മൾ നടന്നിരുന്നത് ബസ് സ്റ്റോപ്പിലേക്ക്, അതായത് ബസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ മെഡിക്കൽ കോളേജില്ലേ അതിൻ്റെ അവിടേക്ക് നടക്കണം. അതിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നപ്പോൾ കൊണ്ട് അങ്ങനെ ദേ അവിടുന്ന് ബസ് കയറിയിട്ടൊക്കെ വായിൽ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും ഞാൻ വഴിയെ എനിക്ക് കാണിച്ചു തരാം. ബസ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ടാട്ട് ഈ കോപ്പറേറ്റ് തരം കാണിച്ചുകൊണ്ടിരിക്കണേ. എനിക്കെന്തോ വായിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാണുന്ന ഒരു ടെൻഷനുള്ളൂ. കഴിഞ്ഞ കൂടുതലാണ് ഞാൻ. അത് എന്തിനാ ടെൻഷൻ എനിക്കറിയില്ല. അത് എപ്പോൾ പോകണമെങ്കിലും അതെ, എപ്പോൾ നോർമൽ ടൈപ്പ് ചെയ്യാനാണെങ്കിൽ അത്, സർജറിക്ക് പോകാനാണെങ്കിൽ അതെ. എൻ്റെ ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സന്തോഷം ഇല്ല. ആളെ കണ്ടു കഴിഞ്ഞാൽ പകുതിയല്ല ഫുള്ള് ശ്വാസം ആശ്വാസമായി എനിക്ക്. അതേ വീട്ടിൽ പൊക്കോണ്ടിരിക്കാട്ടോ, ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ബസ് കയറിയിട്ടോ. സംസാരിക്കാൻ എന്തോ ഒരു ഇത്, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തോന്നുന്നു. ഞാൻ ശീലമായിക്കോളും. അത് 2 ദിവസമൊക്കെ സംസാരിച്ച് വരുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇനി പറയരുത് ചേച്ചി നോർമലായിട്ട് സംസാരിക്കണം, ആർട്ടിഫിഷ്യൽ ആവരുത്. ആർട്ടിഫിഷ്യൽ ആവണല്ലടാ, വായിൽ കുറേ സാധനങ്ങൾ വരുമ്പോൾ നമ്മുടെ സംസാരത്തിൽ മാറ്റം വരുന്നതാണ്. ഓക്കെ, അല്ലാണ്ട് ഞാൻ അങ്ങനെ പറയണതല്ല. വായിൽ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്നിട്ട് കടിച്ചു പറിക്കേണ്ടതൊന്നും തിന്നാൻ പറ്റില്ല. തിന്നാം, പക്ഷെ അധികം ഹാർഡായിട്ടൊന്നും തിന്നാൻ പറ്റില്ല. നമുക്ക് ഡോക്ടർ ഇങ്ങോട്ട് അവിടെ ഇടുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ കാരണം ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ സിമ്പിളാണ്. അതായത് നമ്മുടെ എത്താറായി തുടങ്ങി, തുമ്പത്താണെന്ന് പറയില്ലേ, ആ സംഭവത്തിൻ്റെ എത്താറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളിനി അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം സെറ്റാക്കി എടുക്കാൻ. നമ്മൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇത്രയുള്ള സിമ്പിൾ വീഡിയോ ശരിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാമായിരുന്നു വീഡിയോ ഒക്കെ. പക്ഷേ ഞാൻ എടുത്തില്ല, കാരണം അത് ഡോക്ടറെ പെർമിഷൻ ഇല്ലാണ്ട് ഒളിച്ച് ഭാഗത്ത് എടുക്കേണ്ടത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ പലരും കണ്ടിട്ടുണ്ട് പ്രൈവറ്റിലൊക്കെ പോയി കഴിഞ്ഞ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണത് ചെയ്യണതൊക്കെ. അതിന് നിന്നിട്ടൊന്നുമില്ല. ഒരു വട്ടത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ കിടന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അവിടെ എന്നിട്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കില്ല. പിന്നെ ഫോട്ടോസൊക്കെ ഡോക്ടറിൻ്റെ ഉണ്ട്. കാരണം പല്ലിൻ്റെ ഓരോ വട്ടം വരുമ്പോൾ വായിലൊന്നും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ വായയുടെ ഫോട്ടോസൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജാണ്, ഓഫ്കോഴ്സ് പിള്ളേരെ പഠിപ്പിക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് ഒരു പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്. അതിൽ ഭയങ്കര സന്തോഷിച്ച് വരുന്നു. അപ്പോൾ ഇനി സംസാരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും. ചില അക്ഷരങ്ങൾ ചിലതൊക്കെ സംസാരിക്കുമ്പോൾ കാറ്റ് വരും. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ.